കർത്താവിൽ പ്രിയ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു വാർത്തയോടുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് മെസ്സേജ് ഇവിടെ ചേർക്കുന്നത്. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ഫ്ലക്സ് വെക്കുന്നത് സംബന്ധിച്ചാണ്. നമ്മുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി നടത്തിയ ഒരു പ്രസ്താവനയാണ് വാർത്തയായിട്ട് പുറത്തു വന്നത്. അദ്ദേഹത്തിൻ്റെ ഭദ്രാസനത്തിലെ വൈദികരോടും വിശ്വാസികളോടും ഫ്ലക്സ് വയ്ക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തണമെന്നും അദ്ദേഹത്തിൻ്റെ ചിത്രം ഫ്ലക്സുകളിൽ എങ്ങും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് വാർത്തയായിട്ട് പുറത്തു വന്നത്. ആ വാർത്ത കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചില ചിന്തകൾ ഇവിടെ നിങ്ങളെല്ലാവരോടുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒന്നാമതായിട്ട്, ഈ വിഷയം സഭ മുഴുവനായി, സമൂഹം മുഴുവനായി വളരെ സമഗ്രമായി ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ആനുകാലിക പ്രസക്തി വളരെയുള്ളൊരു വിഷയമായതിനാൽ പല തലത്തിലുള്ള ചർച്ചകളും നടപടികളും ഈ കാര്യത്തിൽ ഉണ്ടാവണം. ഇപ്പോൾ എന്തിനും ഏതിനും ഫ്ലക്സ് ആവശ്യത്തിലേറെ പ്രദർശിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് നിലനിൽക്കുന്നത്. ഒരു വാർത്ത അറിയിക്കുവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ജനമനസ്സുകളിലേക്ക് എത്തിക്കുവാൻ ഇതിനു മാത്രം പബ്ലിസിറ്റി ആവശ്യമുണ്ടോ? ഇത് ആവശ്യത്തിലേറെയുള്ള അനാവശ്യമായ പബ്ലിസിറ്റി അല്ലേ എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. ഉദാഹരണത്തിന്, ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കേരളത്തിന് വടക്കും തെക്കുമുള്ള അനേകം സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് ചില ആവശ്യങ്ങൾ ഉണ്ടായപ്പോൾ യാത്ര ചെയ്ത കൂട്ടത്തിൽ കേരളത്തിൽ ഉടനീളം കണ്ടൊരു കാഴ്ച, കോട്ടയത്ത് നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഒരു സുവിശേഷ യോഗം സംബന്ധിച്ചുള്ള അതിഭീമമായ ഹോർഡിങ്ങുകളും ഫ്ലെക്സുകളുമൊക്കെയാണ്. അതിനകത്ത് ഏതാണ്ട് 25-ലധികം പാസ്റ്റർമാരുടെ പടം ഗംഭീരമായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ തെരുവോരങ്ങളിലെല്ലാം വലുതും ചെറുതുമായിട്ട് 10,000-കണക്കിന് ഫ്ലെക്സുകളാണ് പ്രദർശിപ്പിച്ചിരുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, ഇങ്ങനെ ഒരു പ്രദർശനം നടത്തുന്നത് കൊണ്ട് എന്ത് സുവിശേഷമാണ് നമ്മൾ പ്രസംഗിക്കുന്നത്? എന്ത് സന്ദേശമാണ് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? ഇതൊരു നെഗറ്റീവായിട്ടല്ലേ നമ്മുടെ സമൂഹത്തെ അത് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. ഇങ്ങനെയുള്ള കൂറ്റൻ പരസ്യ ബോർഡുകൾ കണ്ടപ്പോൾ എനിക്ക് അവരോട് ബഹുമാനമല്ല തോന്നിയത്, ഒരുതരം പുച്ഛമാണ് തോന്നിയത്, ഒരു അവമതിപ്പാണ് തോന്നിയത്. അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെയും കാര്യങ്ങൾ. ഞാൻ ഒരു സഭാവിഭാഗത്തോടോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തോടോ ഉള്ള എൻ്റെ എതിർപ്പ് പറയുകയല്ല, കോമണായിട്ട് പറയുകയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന യാതൊരു ഫലവും സിദ്ധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഫ്ലെക്സ് സംസ്കാരം എത്രയും പെട്ടെന്ന് നമ്മൾ അവസാനിപ്പിക്കണം. ഫ്ലെക്സ് സംസ്കാരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാത്തിനും ഫ്ലെക്സ് ആണല്ലോ. പെരുന്നാളുകൾക്കാണെങ്കിൽ എത്ര ഫ്ലെക്സ് ആണ് വെക്കുന്നത്. ഒരു പള്ളിയുടെ പെരുന്നാൾ, അത് അത്യാവശ്യം പബ്ലിസിറ്റിക്ക് വേണ്ടി പള്ളിയുടെ കവാടങ്ങളിലോ അതല്ലെങ്കിൽ പ്രധാന റോഡുകളുടെ പ്രവേശനത്തിലോ എവിടെയെങ്കിലും 1-2 ബാനറുകളായിട്ട് പ്രദർശിപ്പിക്കുന്നതിന് തെറ്റില്ല. പണ്ട് ബാനറുകളും ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് ബാനറുകൾ ഉണ്ടായി വന്നത്. അപ്പോഴൊക്കെ പെരുന്നാളുകൾ ഭംഗിയായിട്ട് നടന്നിരുന്നല്ലോ. ഇതിനേക്കാൾ ആളുകൾ കൂടുതൽ ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ അന്നത്തെ പെരുന്നാളുകളിൽ സംബന്ധിച്ചിരുന്നല്ലോ. ഇന്ന് ഇത്ര ഭീമമായ ചെലവ് ചെയ്ത് നമ്മൾ ഇത്രയും വലിയ ഫ്ലെക്സുകൾ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒരിക്കൽ കൂടെ നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്, ഈ ഫ്ലെക്സുകൾ വെക്കുന്ന ആ സംസ്കാരം നമ്മൾ പാടെ ഉപേക്ഷിക്കുവാൻ, അതല്ലെങ്കിൽ അത്യാവശ്യം മാത്രം ഉപയോഗിക്കുവാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. തന്നെയുമല്ല, അതിനകത്ത്
ഈ നമ്മുടെ ഈ തിരുമേനിമാരുടെയും അച്ഛന്മാരുടെയൊക്കെ പടം വെച്ച് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന രീതിയും അത്ര അഭിലഷണീയമല്ല. നമ്മളൊക്കെ ആത്മീയ മനുഷ്യരാണല്ലോ. അവരുടെ എല്ലാം പടം ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന രീതി ഒരിക്കലും നമ്മുടെ സംസ്കാരത്തിന് യോജിക്കുന്നതല്ല. അതാണ് എനിക്ക് രണ്ടാമത് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം, ഇന്ന് ഈ ഫ്ലെക്സുകളുടെ ഒന്നും ആവശ്യമില്ല. ഇതൊരു ഇൻഫർമേഷൻ ഡെല്യൂജ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ്റെ ഒരു വലിയ പ്രവാഹം, ഒരു പ്രളയം നടക്കുന്ന സമയമാണ്. ആവശ്യത്തിലേറെ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നുള്ളത്. നമുക്കിന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഏത് വാർത്തയും ഭംഗിയായിട്ട് നമ്മുടെ ആളുകളുടെ കയ്യിലെത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് സ്മാർട്ട് ഫോണുകളില്ലാത്തവരാരുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ യങ് ജനറേഷൻ്റെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുകളുണ്ട്. ആ സ്മാർട്ട് ഫോണുകളിൽ ഏത് നോട്ടീസാണെങ്കിലും ഏത് ഫ്ലെക്സ് ആണെങ്കിലും അതിൻ്റെ നിറപ്പകിട്ടോടുകൂടി നമുക്ക് ഡിസൈൻ ചെയ്ത് നമുക്ക് വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ ഒക്കെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതിനേക്കാൾ കൂടുതൽ എന്ത് അഡ്വർടൈസ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്? ഇനിയും അല്പം കൂടെ കടന്നാൽ ഒരു പെരുന്നാളിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രോഗ്രാമിനെ സംബന്ധിച്ചോ കൂടുതൽ അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ ആ പള്ളിയിലെ വികാരി അച്ഛനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മറ്റാരെങ്കിലുമോ യൂട്യൂബിലൂടെ അത് സംബന്ധിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്താൽ മതിയാവും. അപ്പോഴും എല്ലാവർക്കും അതിൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കപ്പോൾ പൂർണ്ണമായിട്ടും ഈ ഫ്ലെക്സ് എന്ന് പറയുന്ന കാര്യം ഒഴിവാക്കാൻ സാധിക്കും. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്, പേപ്പർലെസ് കമ്മ്യൂണിക്കേഷൻ്റെ കാലമാണ്. ചില പള്ളികളുടെ പെരുന്നാളുകൾക്കുള്ള നോട്ടീസ് വളരെ വർണ്ണാഭമായിട്ട് അടിച്ച്, വളരെ കോസ്റ്റ്ലി പേപ്പറിൽ അടിച്ച് വെറുതെ വഴിയിലൊക്കെ ഇട്ടേക്കുന്നത് കാണാം. ഈ പള്ളിയിൽ വിതരണത്തിനായിട്ട് കൊടുക്കുന്ന നോട്ടീസ് എല്ലാവരും ചിലപ്പോൾ ഒന്നെടുത്തുകൊണ്ട് പോകും, ചിലരൊക്കെ വായിക്കും, ചിലരൊക്കെ അത് കളയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് യഥാർത്ഥത്തിൽ. ഈ പ്രിൻറ്റിങ് കോസ്റ്റും പേപ്പർ കോസ്റ്റും അതുപോലെ പേപ്പർ കമ്മ്യൂണിക്കേഷനും നമുക്ക് അതിൻ്റെ കാലം കഴിഞ്ഞു പോയി. നമുക്ക് പേപ്പർലെസ് കമ്മ്യൂണിക്കേഷൻ, പേപ്പർലെസ് അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നൊരു കാലമാണിത്. അതുകൊണ്ട് ഈ ഫ്ലെക്സുകൾ വെച്ച് അതിലൂടെ നടത്തുന്ന പബ്ലിസിറ്റിയും അഡ്വർടൈസ്മെൻറ്റും നമുക്ക് ആ രീതിയിലും ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു സുവിശേഷം എന്ന് പറയുന്നത്. ഒരു പുതിയ സംസ്കാരം, ഒരു ബദൽ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് കരുതി വച്ചിട്ടുണ്ട്? നല്ലൊരു ഭൂമിയുണ്ടോ? നല്ല ജലമുണ്ടോ? നല്ല വായുവുണ്ടോ? അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു പരിതോവസ്ഥയുണ്ടോ? ഇതെല്ലാം നമ്മൾ നശിപ്പിച്ചിട്ട് എന്താണ് ഇനി അടുത്ത ജനറേഷൻ നമ്മൾ കൊടുക്കാൻ പോകുന്നത്? ഈ ഫ്ലെക്സുകളെല്ലാം കൂടെ അടിച്ച് അതിൻ്റെ വേസ്റ്റും കൂടാതെയുള്ള ധാരാളം ഈ വേസ്റ്റുകളും എല്ലാം കൂടെ വന്ന് ഈ സമൂഹം തന്നെ വലിയൊരു പ്രയാസത്തിലേക്ക് നീങ്ങുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ സഭ വളരെ അടിയന്തരമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഈ ഫ്ലെക്സ് സംസ്കാരം നമുക്ക് ഒഴിവാക്കാം. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനം യഥാർത്ഥത്തിലുണ്ട്. ഇഫക്റ്റിൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. ആരെങ്കിലുമൊക്കെ കണ്ടേച്ച്, ചിലരൊക്കെ കണ്ടേച്ച് അതേപ്പറ്റി പുച്ഛമായിട്ടും അവമതിപ്പോടും സംസാരിക്കും. ചുരുക്കം ചിലരെങ്കിലും ആ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു പോകും. അല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാൻ ഈ ഫ്ലെക്സ് സംസ്കാരം നമ്മളെ സഹായിക്കില്ല. അതുകൊണ്ട് ദയവായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരും പള്ളികളുടെ സ്ഥാനികളും ഭരണസമിതി അംഗങ്ങളുമൊക്കെ ഇക്കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇതിന് വേണ്ട പരസ്യങ്ങൾ കൊടുക്കാനും അല്ലെങ്കിൽ അതിന് വേണ്ട പബ്ലിസിറ്റി നൽകാനും ഒക്കെ സാധിക്കും. ആ രീതിയിലുള്ള ഒരു പുതിയ ഒരു ഡിജിറ്റൽ സംസ്കാരത്തിൽ അങ്ങനെയുള്ള രീതിയിലേക്ക് മാറുന്നതാണ് അഭിലഷണീയം എന്ന് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുന്നു. ഇതിനോട് ചിലർക്കൊക്കെ വിയോജിപ്പ് കാണുമായിരിക്കും. വിയോജിപ്പുണ്ടെങ്കിലും ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇവിടെ പറയുന്നുള്ളേ ഉള്ളൂ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്കും പഠനത്തിനും ചർച്ചയ്ക്കുമായിട്ട് ഈ ഒരു വിഷയം വയ്ക്കുന്നു. സ്നേഹപൂർവ്വം, പി.എ. ഫിലിപ്പച്ചൻ.